ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദ വീടൊക്കെ നടന്ന് കാണുകയാണ്. ഈ സമയത്ത് അച്ഛമ്മ അവിടേക്ക് വരികയാണ്. അപ്പോൾ അതിലൊരു ഫോട്ടോ ഇരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, ഇതാരാ അച്ഛമ്മേ എന്ന് ചോദിക്കാൻ കേട്ടോ. അച്ചാച്ചനാണോ? മോൾക്ക് മനസ്സിലായല്ലേ? കണ്ടിട്ട് വിക്രമിൻ്റെ മുഖച്ഛായ ഉണ്ട്. ശരിയാ, വിക്രമിൻ്റെ മുഖച്ഛായയാണ് അച്ചാച്ചന്. അതുകൊണ്ടാണ് എനിക്ക് വിക്രമിനോട് ഇത്തിരി ഏറെ ഇഷ്ടം. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് കുറച്ച് മോഡേൺ ആയിട്ടുള്ളൊരു ഫോട്ടോ ആണല്ലോ അച്ഛമ്മേ എന്ന് പറയട്ടോ. അതെ, പണ്ട് ഹണ്ടിങ്ങിനൊക്കെ പോരുന്ന ആളാണ്. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് കയറി വരുമ്പോൾ ഈ വീട് നിറച്ച് പുലിയുടെയും സിംഹത്തിൻ്റെയും തലകളൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. എന്തോ ഒരു നെഗറ്റീവ് എനർജി ആകെപ്പാടെ തോന്നി. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് മാറ്റി ഈ ഒരു ഫോട്ടോ മാത്രം ഒരു ഓർമ്മയ്ക്കായിട്ട് അവിടെ എടുത്തു വെച്ചതാ എന്ന് അച്ഛമ്മ പറയും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ സൈക്കിളിൻ്റെ ഫ്രണ്ടിലിരുത്തി എന്നെ ഒരു കറക്കം കറങ്ങും. അപ്പോൾ എല്ലാവരും പറയും, മാതാമയും സായിപ്പും കൂടെ കറങ്ങാൻ ഇറങ്ങിയെന്ന് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ നിങ്ങൾ ഭയങ്കര റൊമാൻസ് ആയിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് വേദ. അപ്പോൾ ഭയങ്കര റൊമാൻസ് അല്ല, അത് പേടിപ്പെടുത്തുന്ന റൊമാൻസ് അല്ലേ, നല്ല റൊമാൻസ് ആയിരുന്നു ഞങ്ങൾ തമ്മിൽ എന്നൊക്കെ പറയും. അപ്പോൾ വേദ ചോദിക്കും, അങ്ങനെ ഒരു അച്ഛൻ്റെ മകനായിട്ടും സുധാകരൻ മാഷിന് മാത്രം എന്തേ ഇങ്ങനെ ഒരു കടുംപിടുത്തം വന്നത്? അപ്പോൾ അച്ഛമ്മ പറയാണ്, അവൻ അങ്ങനെ ഒന്നുമില്ല മോളെ, അന്യജാതിപ്പെട്ട ഒരു പെൺകുട്ടിനെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ അച്ഛനും ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. ഏതൊരാൾക്കും ഉണ്ടാവുന്ന പോലെ കുറച്ച് ജാതി അതും ഇതൊക്കെ ആയിട്ട് കൂടി വന്നു. അതുകൊണ്ടാണ്. പക്ഷേ എൻ്റെ മോള് വേണം, ഇനി അവനെ മാറ്റിയെടുക്കാം, പഴയ അവസ്ഥയിലേക്ക് അവനെ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട് വേദനോട്. അതിന് ശേഷം നന്ദിനി ഇല തുടക്കുകയാണ്. അപ്പോൾ ശ്രീജനോട് പറയാണ്, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതുപോലെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഇതേ കണ്ടിട്ട് എനിക്ക് ദേഷ്യം വരികയാണ് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ശ്രീജ പറയും, എനിക്ക് ദേഷ്യമൊന്നും വരുന്നില്ല, നല്ല സന്തോഷമുണ്ട് എന്ന് പറയട്ടോ ശ്രീജ. അങ്ങനെ അച്ഛമ്മയും അതുപോലെ തന്നെ വേദ അവിടേക്ക് വരികയാണ്. എന്തായി നന്ദിനി എന്ന് ചോദിക്കേണ്ട. നന്ദിനി ഒന്നും മിണ്ടുന്നില്ല. അവരൊക്കെ എവിടെയും ചോദിക്കട്ടോ. ഞങ്ങളിവിടെ എത്തി അച്ഛമ്മ എന്ന് പറഞ്ഞിട്ട് വിനായകൻ വരും. ആഹാ, നീ എത്തിയോ? പത്തായത്തിൽ അരി ഉണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്നും വരും എന്ന് പറഞ്ഞിട്ട് വിശ്വനെ കളിയാക്കാൻ കേട്ടോ. നീ ഭക്ഷണത്തിൻ്റെ സമയമാകുമ്പോൾ വരുന്നത് എനിക്കറിയാം. ശ്രീജിക്ക് വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. അച്ഛമ്മ അങ്ങനെ പറയണേ കേൾക്കുമ്പോൾ വിശ്വനാണെന്നുണ്ടെങ്കിൽ ഒരു കുൽക്കോലി അത് അവിടെ വന്നിരിക്കും. അപ്പോഴേക്കും വിക്രമ് വരും, എല്ലാവരും വരും. അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ വിക്രമ് വേറെ സ്ഥലത്ത് ഇരിക്കാൻ പോകുമ്പോൾ വേദയുടെ അടുത്ത് പിടിച്ചിരുത്തുന്നുണ്ട്. വേദയുടെ അടുത്ത് ഇരിക്കടാ നീ എന്ന് അച്ഛമ്മ പറയുന്നുണ്ട്. എന്നിട്ട് നീ ഒന്ന് നീങ്ങിയിരിക്കുക, അവളെ അടുത്തേക്ക് നീങ്ങിയിരുന്നേന്ന് പറഞ്ഞിട്ട് അച്ഛമ്മയും കൂടിയിട്ട് വിക്രമിൻ്റെ അടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇനി എല്ലാവരും കഴിച്ചോ എന്ന് പറയും. പിന്നെ അച്ഛമ്മ പെട്ടെന്ന് ഒരു മിനിറ്റ് ഒന്ന് നിന്നേ എന്ന് പറയും കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിക്കുന്നത് നിർത്തുകയാണ്. എന്നിട്ട് പറയും, അതെ ആദ്യം തന്നെ വേദമോള് വിക്രത്തിനൊരു പിടി വാരി കൊടുത്ത് അതുപോലെ വേദയ്ക്കും ഒരു പിടി വാരി കൊടുക്കുക. അച്ഛമ്മേ എന്തിനാണ് അതൊക്കെ എന്നൊക്കെ വിക്രം ചോദിക്കും. പരസ്പരം വയ്യാതിരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണെന്ന് പറയും. വേദ ഒരു ഇത്തിരി ചോറ് വാരി വിക്രമിൻ്റെ വായിൽ വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വിശ്വൻ ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കുകയാണ്. ഇനി വേദയ്ക്ക് കൊടുക്കാൻ പറയും. അപ്പോൾ വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ഉരുത്തിക്കായിട്ട് വാലിക്കാൻ കുത്തി കയറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ചിരിക്കുന്നുണ്ട് വിക്രം അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട്. അങ്ങനെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, അതെ ഇവിടുത്തെ തട്ടിമ്പുറം ആണ് ഇന്നത്തെ വേദയുടെയും വിക്രമിൻ്റെ മണിയറ എന്ന് പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്കും വിക്രമിൻ്റെ തെരുപ്പിൽ ചോറ് കയറുകയാണ്. അപ്പോൾ മോളെ വേദ ഒന്ന് അതിനെന്താ അച്ഛമ്മ തട്ടിക്കൊടുക്കാറെന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഇടി വെച്ച് കൊടുക്കാറ് കേട്ടോ തലയിൽ. അതിന് ശേഷം പിന്നീട് അച്ഛൻ പറയും, തട്ടിമ്പറം വൃത്തിയാക്കേണ്ട ചുമതല വിശ്വനും വിനായകനുമാണ്, നല്ലൊരു മണിയറയാക്കി അത് മാറ്റിയെടുക്കണം. ശരി അച്ഛമ്മേ, അതൊക്കെ ചെയ്തോളാം, ഇനി കഴിക്കാലോ എന്ന് പറയാനിട്ട് വിശ്വൻ ഇനി എല്ലാവരും കഴിച്ചോ എന്ന് പറയുകയാണെ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം സന്തോഷത്തോടു കൂടിയിട്ട് കഴിക്കുകയാണ്. അതിന് ശേഷം വിശ്വനും വിനായകനും കൂടിയിട്ട് മണിയറ റെഡിയാക്കുകയാണ്. അങ്ങനെ റെഡിയാക്കുന്നതിൻ്റെ ഇടയിൽ വിനായകൻ പറയുന്നുണ്ട്, അതെ വിശ്വേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളെ കല്യാണം കഴിഞ്ഞ് ഇവിടേക്ക് വന്നതല്ലേ, എന്നിട്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറയും. നമ്മുടെ കല്യാണം സാധാരണ കല്യാണമല്ലേ ആയിരുന്നടാ, ഇത് അതുപോലെയാണ്. അത് ശരിയാണ്, ഇതൊരു സ്പെഷ്യൽ കല്യാണമാണല്ലേ എന്ന് ചോദിക്കണേ. പിന്നെ നീ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടേക്ക് വന്നത് എന്നാ? എൻ്റെ കാര്യം പോട്ടെ, വിശ്വേട്ടനോ അതൊന്നും സാരില്ല എന്ന് പറയാണ് വിശ്വൻ. അതിനുശേഷം പിന്നീട് പറയാണ്, അതെ അച്ചമ്മയ്ക്ക് വിക്രം ഇങ്ങനെ തല്ലുകൂടിയായിട്ടും വിക്രത്തിനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. വിക്രമാണെന്നുണ്ടെങ്കിൽ അച്ചമ്മനോടോ അതെ അങ്ങനെ ഒരു സ്നേഹം തന്നെയാണ്. അപ്പോൾ എനിക്ക് ചെറിയ സംശയങ്ങളുണ്ട്. എന്ത് സംശയങ്ങൾ? നന്ദിനി പറയുന്നത് സത്യമാണെന്ന് തോന്നുന്നുണ്ട്. നന്ദിനി എന്ത് പറഞ്ഞു എന്ന് വിഷയം ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അല്ല ഇവിടെ ചെറിയച്ഛൻ എന്തായാലും ബോംബെയിൽ നിന്നൊന്നും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. അച്ഛനാണെന്നുണ്ടെങ്കിൽ ദുരഭിമാനം പറഞ്ഞെടുത്ത സ്വത്തുക്കളൊന്നും വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. പക്ഷേ എന്തായാലും ഈ സ്വത്തുക്കളൊക്കെ ആർക്കെങ്കിലും എടുത്തല്ലേ പറ്റൂ. അപ്പോൾ ചിലപ്പോൾ വിക്രത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും, വിക്രത്തിന് അതിലൊരു കണ്ണുണ്ടാവും എന്ന് പറയണം. അപ്പോൾ വിശ്വനാഥ് ദേഷ്യപ്പെടാൻ വിശ്വൻ പറയും, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്ത് പറഞ്ഞാലും അവനൊരു പണത്തിലെത്തും, അവൻ്റെ ഒരു പണം. എനിക്കിതല്ലാതെ വേറെ ചിന്ത ഒന്നുമില്ലേ? നീ ഇപ്പോൾ തൽക്കാലം അത് ചെയ്യാൻ നോക്കുക, അല്ലാണ്ട് സ്വത്തുക്കളൊക്കെ അടിച്ചെടുക്കുന്ന കാര്യം പിന്നെ തീരുമാനിക്കാൻ പറഞ്ഞിട്ട് വിശ്വൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും
അപ്പോൾ വിനായകൻ ദേഷ്യം വന്നിട്ട് വിനായകൻ പറയും, ഓഹ് ഇങ്ങനത്തെ ഒരു ജന്തു, ഭക്ഷണം മാത്രം ആവശ്യമുള്ളൂ, അല്ലാതെ കാശ് പണം അതൊന്നും ആവശ്യമില്ലാത്തൊരു ജന്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദൈവമേ ഇതൊക്കെ കൊള്ളാവണേ എന്ന് പറഞ്ഞിട്ട് മണിയറ ഒരുക്കാണേ. ഇതേ സമയം വിക്രമാണെന്നുണ്ടെങ്കിൽ കൊണ്ടുവച്ച് കൊടുത്ത ഡ്രസ്സ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിഷൻ അവിടേക്ക് വരും. എന്നിട്ട് ചോദിക്കും, ആഹാ നീ റെഡിയായില്ലേ എന്ന് ചോദിക്കണ്ടേ. എന്തിന് എന്ന് ചോദിക്കാനിട്ടതേ ഇതൊക്കെ പറഞ്ഞത് അച്ചമ്മയാണ്. ഇതൊക്കെ അണിഞ്ഞൊരിയിച്ച് നിന്നെ കൊണ്ട് മണിയറയിലേക്ക് ആക്കാനുള്ള ജോലി എനിക്കാണ് അച്ചമ്മ തന്നിട്ടുള്ളത്. അച്ചമ്മ പറഞ്ഞത് അനുസരിക്കാന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല. എനിക്കിതൊക്കെ കണ്ടിട്ട് ദേഷ്യമാണ് വരുന്നതെന്ന് പറയും കേട്ടോ വിക്രം. അതെ എന്തായാലും നീ വേഷം കിട്ടി, ഇനിയിപ്പോൾ ആടിയേ നിവൃത്തിയുള്ളൂ എന്ന് വിശ്വം പറയുകയാണ് വിക്രത്തിനോട്. ഇതേ സമയം വേദന അണിയിച്ച് ഒരുക്കാണ് കേട്ടോ ശ്രീജ. അപ്പോൾ തൊട്ടടുത്ത് തന്നെ നന്ദിനി നിൽക്കുന്നുണ്ട്. പക്ഷെ നന്ദിനി ഒന്നിനും കൂടുന്നില്ല. അപ്പോൾ ശ്രീജ പറയും, നന്ദിനി നീ എന്തെങ്ങനെ വെറുതെ നോക്കി നിൽക്കുന്നത്, നീ ഈ പൂവൊന്ന് കുത്താൻ സഹായിച്ചെന്ന് പറയട്ടോ. ആ ശരി ഞാൻ കുത്തി സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ സ്ലൈഡ് എടുത്ത് പോവുകയാണ്. എന്നിട്ട് വേഗം തന്നെ മുല്ലപ്പൂ കുത്തുമ്പോൾ ഒറ്റ കുത്താണ് വേദയുടെ തലയിൽ. അപ്പോഴേക്കും വേദ എന്ന് പറഞ്ഞിട്ട് കരയാണ്. അപ്പോൾ എൻ്റെ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രീജ. അതെ ഇനി നന്ദിനി അടുത്ത് എന്നെ കുത്തി, ഇവളോടൊക്കെ പറയാൻ പോയി എന്നെ വേണം തല്ലാൻ എന്ന് പറയും. പിന്നെ ഒന്ന് സ്ലൈഡ് ഒന്നും കൊള്ളുമ്പോഴത്തേനും വേദനിക്കാനായിട്ട് പെറ്റു വീണ ഇള്ളക്കടാവല്ലേ, തൊട്ടാലൊന്നും ഉരുങ്ങി പോണ വെണ്ണയല്ലേ എന്ന് ചോദിക്കും കേട്ടോ നന്ദിനി. അതെ വെണ്ണക്കട്ടി തന്നെയാണ്, നമ്മുടെ വീട്ടിൽ കിടന്ന് ഉരുകാനാണ് ഈ കുട്ടിയുടെ വിധി. വെണ്ണക്കട്ടീനെ നമ്മൾ പോയി കൊണ്ടുവന്നതൊന്നുമല്ലല്ലോ, വെണ്ണക്കട്ടി സ്വയം ഒഴുകി വന്നതല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ടേ, അതെ വെണ്ണ ഉരുകിയാലും കുഴപ്പമില്ല, നെയ്യല്ല ആവുന്നത്. അപ്പോൾ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അതിനുശേഷം പിന്നീട് രണ്ടുപേരും കൂടെ ഒരുക്കാണ്. അപ്പോൾ ഒരുക്കുമ്പോൾ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ ഓരോരോ കുശുമ്പുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, വാ എന്തായാലും നന്ദിനിയടുത്ത് എന്നോട് ഞാനൊരു ചലഞ്ച് പറഞ്ഞിരുന്നു മുന്നേ, ഓർമ്മയുണ്ടോ? വിക്രമിൻ്റെ ഭാര്യയായി എന്നെ എല്ലാവരും അംഗീകരിക്കുന്നു, പക്ഷെ അത് എത്ര പെട്ടെന്ന് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയും കേട്ടോ. എന്തായാലും നന്ദിനിയടുത്ത് വാ എന്നെ മണിയറയ്ക്ക് കൊണ്ടുപോകാന്ന് പറയും. നിനക്ക് നാണമൊന്നുമില്ലടി. ശരി ചെറുതായിട്ടൊരു നാണം ഞാൻ വേണമെങ്കിൽ അച്ഛമ്മയുടെ മുന്നിൽ അഭിനയിക്കാം, വിക്രത്തിന് മുന്നിലൊന്നും ഇല്ല കേട്ടോ എന്നൊക്കെ പറയും. അങ്ങനെ അച്ഛമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് ഇങ്ങനെ നാണത്തോടുകൂടി വേദം നിൽക്കുന്ന കാണുമ്പോൾ അച്ഛമ്മ കണ്ണിൽ നിന്ന് കൺമഷി എടുത്തിട്ട് തൊട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് കൈ ഇങ്ങനെ ഒഴിഞ്ഞു വെക്കി വയ്ക്കുന്നുണ്ട്. മോളെ കണ്ടിട്ട് എനിക്ക് തന്നെ കണ്ണ് വെക്കാൻ തോന്നുന്നു, എന്ത് സുന്ദരിയാണ്, മഹാലക്ഷ്മിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് വിക്രമിനെയും കൊണ്ട് വിഷയം മണിയറയിലേക്ക് എത്താണ്. അവിടെ വിനായകനുണ്ട് കേട്ടോ. അപ്പോൾ പറയും, വന്നോ മണവാളൻ എന്ന് പറയുകയാണെ. ഇതിപ്പോൾ നിനക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്, പക്ഷേ എൻ്റെ കല്യാണത്തിന് എൻ്റെ ആദ്യ രാത്രിക്ക് നീ എന്ത് ചെയ്തെന്ന് നന്നായിട്ട് ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ശ്രീനിവാസന് വേണ്ടി പലിശക്കാരനെ തല്ലാൻ പോയി. രാത്രി പോലീസുകാർ നിന്നെ അന്വേഷിച്ച് വീട്ടിൽ വന്നു. അമ്മ നെഞ്ഞത്തിടിയും നൊലോളിയും ഒക്കെ വെച്ച് അച്ഛൻ്റെ ഒച്ചയും ബഹളവും വേറെ. അങ്ങനെയാണ് എൻ്റെ ആദ്യ രാത്രി കൊളായിപ്പോയത് എന്ന് പറയും. എന്തായാലും ബെസ്റ്റ് വിഷസ് ഫോർ ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഷെയ്ക്കൻ്റെ കൊടുത്ത് പോവുകയാണേ. അപ്പോൾ വിഷം പറയുന്നെങ്കിൽ അവൻ പറഞ്ഞൊന്നും കാര്യമാക്കണ്ടിട്ട്, അവൻ ഉള്ളിൽ തട്ടി പറഞ്ഞതൊന്നും ആവില്ല എന്ന് പറയുകയാണേ. അതിനുശേഷം വിക്രമൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. നാടകത്തിന് സെറ്റിട്ട പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ വേദനയും കൊണ്ട് അച്ചമ്മ വരികയാണ്. അപ്പോഴേക്കും കമലാമ്മ പോയിട്ട് ഒരു ഗ്ലാസ് പാലൊക്കെ എടുത്ത് ഒരു വേദമ്മളുടെ കയ്യിൽ കൊടുക്ക് എന്ന് പറയുകയാണ്. അതിനുശേഷം അച്ചമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ വേദയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ഒരു ബസ്സിൽ പോണത് പോലെയാണ് ജീവിതം. ബസ്സിൻ്റെ ഡ്രൈവറെ നമ്മുടെ ഭർത്താവാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഡ്രൈവറിൻ്റെ ഇത് നമ്മളെ കയ്യിലായിരിക്കണം നിയന്ത്രണം. ആ ഡ്രൈവർ എവിടേക്ക് പോകണം, ഏത് രീതിയിൽ വളയണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കണം. ഇവർ രണ്ടുപേരും നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നവരാണ്. എൻ്റെ മരുമോള് കയറി വന്നതുപോലെയാണ് ഇവർ കയറി വന്നത്. അപ്പോൾ 3 ആളെ റോളും കഴിഞ്ഞു. ഇനിയിപ്പോൾ മോളായിരിക്കണം ആ വീട്ടിലെ മഹാലക്ഷ്മി എന്ന് പറയുകയാണേ. മഹാലക്ഷ്മി, ബാക്കിയുള്ളവരൊക്കെ ഇതുപോലെ തന്നെ കയറി വന്നതല്ലേ അച്ഛമ്മേ എന്ന് നന്ദിനി ചോദിക്കും. ശരിയാണ്, ഈ മഹാലക്ഷ്മി പോലെ തന്നെയാണ്. ഒരാൾ സ്വയം മഹാലക്ഷ്മിയാണെന്ന് പറഞ്ഞാൽ പിന്നെ തിരുത്താനായിട്ട് വേറെ ആർക്കും പറ്റില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ വേദമൊന്നും മിണ്ടില്ല കേട്ടോ. നന്ദിനിക്കാണെന്നുണ്ടെങ്കിൽ അച്ഛമ്മ വേദന ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇനി മോള് വേണം ആ വീട് നയിക്കാമെന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്.